സമാധാനമായിട്ടൊരുത്തൻ കിടന്നുറങ്ങുമ്പോഴായിരിക്കും മൂളിപ്പാട്ടും പാടി ഒരു കൂട്ടരുടെ വരവ്. അവർ വന്നങ്ങ് DJ തുടങ്ങും. കൂടെ നല്ല ഒന്നാം തരം കുത്തും. കുത്തിക്കോ, ഉണ്ടെങ്കിൽ വേണേൽ 2, 3, 4 തുള്ളി ചോരയും കൊണ്ടുപൊക്കോ. വെറുതെ കുത്തി വേദനിപ്പിച്ച് മൂളിപ്പാട്ടും പാടി മൂക്കിലും പറന്നു കയറി മനുഷ്യന്റെ ഉറക്കം കളയുന്ന എന്തിനാ? പോരാഞ്ഞിട്ട് രോഗങ്ങളും ഫ്രീ. പറയുന്നത് ചോര കുടിക്കാൻ സംഘമായി വരുന്ന കൊതുക് സഹോദരിമാരെ കുറിച്ച് ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. ആൺകൊതുകുകൾ ചോര കുടിക്കാറില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അവന്മാർക്ക് പഴച്ചാറും നെക്ടർ അഥവാ പൂന്തേനും ഒക്കെയാണ് പ്രിയം. പെൺകൊതുകുകൾ തങ്ങളിടുന്ന മുട്ടകൾക്ക് വേണ്ടുന്ന പോഷകങ്ങളുടെ ഒരു കലവറയായാണ് നമ്മുടെ ചോരയെ കാണുന്നത്. ഈ കലവറയ്ക്ക് വേണ്ടിയാണ് കൊതുകുകളുടെ ഈ കൊലവെറി. അവരുടെ മുട്ടകൾക്ക് വികാസം പ്രാപിക്കാൻ വേണ്ടുന്ന പോഷകങ്ങൾ നമ്മുടെ ചോരയിലുണ്ട്. ചില അവസരങ്ങളിൽ പെൺകൊതുകുകളും പൂന്തേൻ കുടിക്കാറുണ്ട്. ശരാശരി 2 മുതൽ 3 ആഴ്ചകൾ മാത്രമാണ് കൊതുകുകളുടെ ആയുസ്. എന്നാൽ ചിലരാകട്ടെ 7 മാസത്തോളം ജീവിച്ചിരിക്കും. മനുഷ്യരെ പോലെ അസ്ഥികൾ അഥവാ എൻഡോസ്കെലിട്ടൻ ഇല്ലാത്ത ജീവികളാണ് കൊതുകുകൾ. ഇവർക്കെങ്ങാനും എല്ലുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ അടിച്ചു കൊല്ലാൻ നോക്കുമ്പോൾ കയ്യിൽ എല്ല് കുത്തിക്കേറും. ശരീരത്തിന്റെ ഉള്ളിൽ എല്ലുകൾ ഇല്ലെങ്കിലും ശരീരത്തെ ആകെ മൂടുന്ന കൈറ്റിൻ കൊണ്ട് നിർമ്മിതമായ ഒരു എക്സോസ്കെലിട്ടൻ ഇവർക്കുണ്ട്. ഡിപ്റ്ററ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഷഡ്പദങ്ങളാണ് കൊതുകുകൾ. ക്യൂലിസിഡയാണ് ഇവരുടെ ഫാമിലി. കൊതുകുകളെ പോലെ മനുഷ്യരെയും മൃഗങ്ങളെയും കുത്തിവെറുപ്പിക്കുന്ന മിഡ്ജസ് അഥവാ മിന്തെന്ന് വിളിക്കുന്ന ഇൻസെക്റ്റുകളും ഡിപ്റ്ററയിൽ തന്നെ ഉൾപ്പെടുന്നവരാണ്. ഈ കൊതുകുകൾ എങ്ങനെയാണ് ദേഹത്ത് കാര്യമായ മുറിവുകളൊന്നും തന്നെ ഉണ്ടാക്കാതെ നമ്മുടെ ചോര ഊറ്റി ഊറ്റി കുടിക്കുന്നത്? നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുള്ള ഒരു കാര്യമാണിത്. കൊതുകുകളുടെ വായ്ഭാഗത്ത് കാണുന്ന കുഴൽ രൂപത്തിലുള്ള ഒരു അവയവമാണ് പ്രൊബോസിസ്. ഇതൊരപാര സിറിഞ്ചാണ്. പ്രൊബോസിസിന്റെ ഉള്ളിൽ ലേബിയം എന്നും ഫാസിക്കിൾ എന്നും വിളിക്കുന്ന 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഉള്ളത്. ലേബിയം ശരിക്കും കൊതുകിന്റെ സൂചിയെ മൂടുന്ന വളരെയധികം ഫ്ലെക്സിബിളായ കവർ അഥവാ ഒരാവരണമാണ്. ഫാസിക്കിളിന്റെ കാര്യമെടുത്താൽ ഫാസിക്കിളിനുള്ളിൽ സ്റ്റൈലറ്റ്സ് എന്ന് വിളിക്കുന്ന 6 തരം ഭാഗങ്ങൾ ഉണ്ട്. ഇതിൽ ഒരു ലാബ്രം, ഹൈപ്പോഫാരിങ്സ്, 1 ജോഡി മാൻഡിബിളുകൾ, 2 മാക്സില്ലെ എന്നിവയാണ് ഉള്ളത്. ഇതിൽ രക്തക്കുഴലുകളെ തുളച്ച് രക്തമെടുക്കാൻ സഹായിക്കുന്ന സൂചിയാണ് ലാബ്രം. ചുരുക്കത്തിൽ ലാബ്രമാണ് കൊതുകിന്റെ ചോര കുടിക്കുന്ന സൂചി. ഹൈപ്പോഫാരിങ്സ് എന്ന കുഴൽ വഴി കൊതുകുകൾ അവരുടെ സലൈവ അഥവാ ഉമിനീര് നമ്മളുടെ രക്തത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യും. കുത്തുന്ന ഇടം മരവിപ്പിക്കുന്നതിനും രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നതിനും രക്തം കട്ടപിടിക്കാതെ ഇരിക്കുന്നതിനും എല്ലാം ഈ ഉമിനീരിലെ ഘടകങ്ങൾ സഹായിക്കുന്നു. രക്തക്കുഴലുകൾ വികസിക്കുന്നതിന് അനുസരിച്ച് ചോര കൂടുതൽ ഒഴുകിവരും. എത്ര നേരം രക്തം കട്ടപിടിക്കാതെ ഇരിക്കുന്നോ അത്രയും നേരം കൊതുകുകൾക്ക് രക്തം കുടിക്കാനാകും. ഒരു കൊതുക് ചോര കുടിക്കാൻ പാകത്തിനുള്ള ഒരു സ്പോട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്ത പടിയായി തന്റെ പ്രൊബോസിസിന്റെ ഭാഗങ്ങളായ മൂർച്ചയുള്ള മാൻഡിബിളുകളും വാള് പോലെയുള്ള മാക്സില്ലേകളും ഉപയോഗിച്ച് തൊലിപ്പുറത്ത് ഇറുക്കി പിടിക്കും. തുടർന്ന് ഏകദേശം 30 ഹെർട്സോളം ഫ്രീക്വൻസിയിൽ ഫസിക്കിൾ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ച് കൊതുകുകൾ നമ്മുടെ ചർമ്മം തുളയ്ക്കും. ആധുനിക മനുഷ്യന്റെ കയ്യിൽ പോലും ഇല്ലാത്ത അടിപൊളി ടെക്നോളജിയാണ് കൊതുകുകളുടെ കയ്യിൽ ഉള്ളത്, അല്ലേ? കൊതുകുകളുടെ ഈ നീഡിലുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ചികിത്സാരംഗത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന നീഡിലുകൾ വികസിപ്പിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ഗവേഷകർ ഇപ്പോൾ. ചോര കുടിക്കുന്ന ഇൻസെക്റ്റ് സ്പീഷീസുകൾ പൊതുവെ എണ്ണത്തിൽ വിരളമാണ്. ലോകത്തുള്ള മില്യൺ കണക്കിന് ഷഡ്പദങ്ങളിൽ ഏകദേശം 10,000 എണ്ണം മാത്രമേ മൃഗങ്ങളുടെ ചോര കുടിക്കാറുള്ളൂ. അതിൽ തന്നെ മനുഷ്യരുടെ ചോര കുടിക്കുന്ന 100ഓളം ഇൻസെക്റ്റ് സ്പീഷീസുകളാണ് ഉള്ളത്. വിവിധതരം ചെള്ളുകളും മൂട്ടകളും ഇതിന് ഉദാഹരണങ്ങളാണ്. ഇവരിൽ മിക്കവരും തന്നെ രോഗവാഹകരാണ്. കൊതുകുകൾ ഈ ഗ്യാങ്ങിലെ പ്രധാനികളാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. വൈറസുകൾ ഉണ്ടാക്കുന്ന രോഗങ്ങളായ മഞ്ഞപ്പനി അഥവാ യെല്ലോ ഫീവർ, ഡെങ്കു, ചിക്കൻ ഗുനിയ, സിക്ക ഫീവർ എന്നിവയെല്ലാം കൊണ്ടു നടന്ന് വിതരണം ചെയ്യുന്ന കൊതുകിനമാണ് ഈഡിസ് ഈജിപ്റ്റി. സബ്സഹാറൻ ആഫ്രിക്കൻ പ്രദേശങ്ങളിലെ വനങ്ങളിൽ ജന്മം കൊണ്ട കൊതുകുകളാണ് ഈഡിസ് ഈജിപ്റ്റികൾ. വനത്തിലെ പാവപ്പെട്ട സാധു മൃഗങ്ങളായിരുന്നു ഇക്കൂട്ടരുടെ ഇരകൾ. പിന്നീട് പരിണാമഫലമായി ഈഡിസ് ഈജിപ്റ്റി ഫോർമോസസ് എന്നും ഈഡിസ് ഈജിപ്റ്റി ഈജിപ്റ്റി എന്നുമുള്ള 2 സബ്സ്പീഷീസുകൾ ജന്മം കൊണ്ടു. ഇവരിൽ ഈഡിസ് ഈജിപ്റ്റി എന്ന സബ്സ്പീഷീസ് മനുഷ്യരെ മാത്രം ഫോക്കസ് ചെയ്ത് ചോര കുടിക്കുന്ന സ്വഭാവക്കാരായിരുന്നു. അങ്ങനെ അവർ ഇന്നത്തെ കൊതുകുകൂട്ടത്തിലെ ഒരു പ്രധാനിയായി മാറി. ഈ കൊതുകുകൾക്കൊന്നും വേറെ ഒരു ജീവികളെയും കിട്ടാത്തോണ്ടാണോ നമ്മൾ മനുഷ്യരെ തന്നെ തിരഞ്ഞുപിടിച്ച് കടിക്കുന്നത്? ഈഡിസ്, അനോഫിലസ് എന്നീ കൊതുകുകൾക്ക് മനുഷ്യരെ കുത്താനാണ് പൊതുവെ താല്പര്യം. മനുഷ്യരുടെ ഗന്ധം അഥവാ ഹ്യൂമൻ ഓഡർ തിരിച്ചറിയാനുള്ള കഴിവ് അവറ്റകൾക്കുണ്ട്. രക്തം കുടിക്കുന്ന മറ്റ് ഷഡ്പദങ്ങളെപ്പോലെ മനുഷ്യരുടെയും മറ്റ് മൃഗങ്ങളുടെയും ശ്വാസോച്ഛ്വാസത്തിന്റെ ഫലമായി ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പരക്കുന്ന കാർബൺ ഡയോക്സൈഡ് സെൻസ് ചെയ്ത് തന്റെ ഇരകളെ തിരിച്ചറിയാനുള്ള കഴിവ് ഇക്കൂട്ടർക്ക് ഉണ്ട്. മറ്റ് മൃഗങ്ങളുടെ ചർമ്മത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ അളവിൽ മനുഷ്യരുടെ ചർമ്മത്തിൽ കാണുന്ന ഒന്നാണ് ലാക്റ്റിക് ആസിഡ്. ഇത് മാത്രമല്ല, മനുഷ്യരുടെ ശരീര താപനിലയും
വിയർപ്പിലുള്ള അമോണിയയും എല്ലാം തിരിച്ചറിഞ്ഞ് മനുഷ്യരെ തന്നെ തിരഞ്ഞുപിടിച്ച് കുത്താൻ കൊതുക് പെൺകൊടികൾക്ക് ആവും. ചില ആളുകളെ കുത്തി ചോര കുടിക്കാൻ കൊതുകുകൾക്ക് നല്ല താല്പര്യമായിരിക്കും. എന്നാൽ ചില ആളുകളെ അവർക്ക് തീരെ താല്പര്യം ഉണ്ടാവുകയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഓരോ വ്യക്തികളുടെയും ചർമ്മത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള സൂക്ഷ്മജീവികൾ വസിക്കുന്നുണ്ട്. ഇതിനെ സ്കിൻ മൈക്രോബയോട്ട എന്നാണ് വിളിക്കുന്നത്. ഓരോ വ്യക്തികൾക്കും അവരവരുടേതായ ഒരു മണം കൊടുക്കുന്നത് ഈ സ്കിൻ മൈക്രോബയോട്ടയാണ് എന്ന് പറയാം. ഇതിൽ എല്ലാ വ്യക്തികളുടെയും മണം കൊതുകിന് ഇഷ്ടമായെന്ന് വരില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട ആളെ നോക്കി അവർ കുത്തി ചോരയെടുക്കും. ഇത്തരത്തിൽ കൊതുകുകളെ പോലെയുള്ള ചോര കുടിക്കുന്ന ഷഡ്പദങ്ങളെ ആകർഷിക്കാൻ സാധിക്കുന്നതും അകറ്റാൻ സാധിക്കുന്നതുമായ ഏകദേശം 350-ൽ പരം വോളട്ടൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് മനുഷ്യ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടത്രേ. ഇവയൊക്കെ വായുവിലേക്ക് പടരാൻ കഴിവുള്ള തന്മാത്രകളാണ്. ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന നിരവധി ഓഡോറന്റ് റിസപ്റ്ററുകൾ കൊതുകുകൾക്കുണ്ട്. അനോഫിലസ് ഗ്യാംബിയെ എന്ന കൊതുകിനത്തിന് ഏകദേശം 79 ഓഡോറന്റ് റിസപ്റ്ററുകളാണ് ഉള്ളത്. ഈഡിസ് ഈജിപ്റ്റിക്കാകട്ടെ 131 ഓഡോറന്റ് റിസപ്റ്ററുകൾ ഉണ്ട്. ക്യൂലെക്സ് കൊതുകുകൾക്ക് 180 ഓഡോറന്റ് റിസപ്റ്ററുകളാണ് ഉള്ളത്. ഈഡിസ് ആൽബോപിക്ടസിന് 158 ഓഡോറന്റ് റിസപ്റ്ററുകൾ ഉണ്ട്. കൊതുകുകൾക്ക് ഒരു പ്രത്യേക ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആളുകളുടെ ചോര കുടിക്കുന്നത് ഇഷ്ടമാണോ? ഈഡിസ് ഈജിപ്റ്റിയെ പോലെയുള്ള കൊതുകുകൾക്ക് O ബ്ലഡ് ഗ്രൂപ്പുള്ള വ്യക്തികളുടെ ചോര കുടിക്കാനാണ് താല്പര്യമെന്ന് ചില പഠനങ്ങൾ പറയുന്നു. കൊതുകുകൾക്ക് ഇഷ്ടപ്പെട്ട, അവരെ ആകർഷിക്കുന്ന നിറം ഏതാണ്? ഈഡിസ് ഈജിപ്റ്റിയെ പോലെയുള്ള ചിലയിനം കൊതുകുകളെ ആകർഷിക്കുന്ന നിറമാണ് നീല എന്ന് ചില പഠനങ്ങളിൽ പറയുന്നു. പച്ച, മഞ്ഞ, ചുവപ്പ് എന്നീ നിറങ്ങളാണ് കൊതുകുകൾക്ക് ഇഷ്ടമെന്ന് പറയുന്ന പഠനങ്ങളും ഉണ്ട്. കൊതുകുകളെ ആകർഷിച്ച് ചുട്ടുകൊല്ലുന്ന ചില ഇലക്ട്രിക് ട്രാപ്പുകൾ ഉണ്ട്. അതിൽ പൊതുവെ നീല നിറമുള്ള ഒരു ലൈറ്റ് ഘടിപ്പിച്ചിട്ടുണ്ടാകും. ഒറ്റയടിക്ക് 250ഓളം മുട്ടകൾ ഇടാനുള്ള കഴിവ് പെൺകൊതുകുകൾക്കുണ്ട്. മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കൂത്താടികൾക്ക് ജീവിക്കാൻ വെള്ളം വേണം എന്നുള്ളതുകൊണ്ട് ജലസ്രോതസ്സുകളിലാണ് കൊതുകുകൾ മുട്ടകൾ ഇടാറുള്ളത്. ജൈവാവശിഷ്ടങ്ങളാണ് കൂത്താടികളുടെ ഭക്ഷണം. തലയിൽ സ്ഥിതി ചെയ്യുന്ന ആന്റിനെ ഉപയോഗിച്ചാണ് കൊതുകുകൾ തന്റെ ഇരകളെ കണ്ടെത്തുന്നത്. ആൺകൊതുകുകളുടെ ആന്റിനെ കാണാൻ മീശ പോലെ ഉണ്ടാകും. കൊതുകുകളുടെ മൂളിപ്പാട്ട് ശരിക്കും അവരുടെ ചിറകടി ശബ്ദമാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ മൂളിപ്പാട്ട് പാടിയാണ് ആൺകൊതുകുകൾ പെൺകൊതുകുകളെ ആകർഷിക്കുന്നത്. സ്റ്റീവൻ സ്പീൽബർഗിന്റെ സംവിധാനത്തിൽ 1993-ൽ പുറത്തിറങ്ങിയ ജുറാസിക് പാർക്ക് എന്ന ഹോളിവുഡ് സിനിമയിൽ ആംബർ അഥവാ മരക്കറയ്ക്കുള്ളിൽ പെട്ടുപോയ ഒരു ഫോസിൽ കൊതുകിൽ നിന്നും ഡൈനോസറുകളുടെ DNA വേർതിരിച്ചെടുക്കുന്നതിനെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. ഈ സിനിമയിൽ പറയുന്നത് പോലെയുള്ള 11ഓളം സ്പീഷീസുകളിൽ പെടുന്ന കൊതുകുകളുടെ മരക്കറയ്ക്കുള്ളിൽ പെട്ടുപോയ നിലയിലുള്ള ഫോസിലുകൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ആംബറിനുള്ളിൽ പെട്ടുപോയ നിലയിലുള്ള കൊതുകു ഫോസിലുകൾ വളരെ റെയറാണ്. കാരണം അന്ന് റെസിൻ അഥവാ കറ ഉൽപ്പാദിപ്പിക്കുന്ന മരങ്ങൾ വളരുന്ന പ്രദേശങ്ങളിൽ കൊതുകുകളെ വിരളമായി മാത്രമേ കണ്ടുവന്നിരുന്നുള്ളൂ. അമേരിക്കയിലെ നോർത്ത് വെസ്റ്റേൺ മൊണ്ടാനയിലുള്ള കിഷേണൻ എന്ന ഇടത്തു നിന്നും 46 മില്യൺ വർഷങ്ങൾ പഴക്കമുള്ള ഒരു കൊതുകിന്റെ ഫോസിൽ ഗവേഷകർക്ക് ലഭിക്കുകയുണ്ടായി. ആ കൊതുകിന്റെ വയറിനുള്ളിൽ കൂടിയ അളവിൽ ഇരുമ്പിന്റെ അംശം ഉണ്ടായിരുന്നു. കൂടാതെ അതിന്റെ വയറ്റിൽ നിന്നും പോർഫൈറിൻ എന്ന് വിളിക്കുന്ന തന്മാത്രകൾ കണ്ടെടുക്കപ്പെട്ടു. മൃഗങ്ങളുടെ രക്തത്തിലുള്ള ഹീമോഗ്ലോബിൻ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് പോർഫൈറിൻ റിങ്ങുകൾ കൊണ്ടാണ്. മരിച്ച് ഫോസിലായി മാറുന്നതിന് മുൻപ് ആ കൊതുക് ചോര കുടിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവായി ഇതിനെ പരിഗണിക്കാം. ഏകദേശം 145 മില്യൺ വർഷങ്ങൾക്ക് മുൻപുള്ള ക്രിട്ടേഷ്യസ് പീരീഡിൽ നിന്നുള്ള കൊതുകു ഫോസിലുകൾ ബർമ, കാനഡ എന്നിവിടങ്ങളിൽ നിന്നൊക്കെയായി കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. കൊതുകു പൂർവികർ ഡൈനോസറുകൾക്കൊപ്പം ജീവിച്ചിട്ടുണ്ടാവണമെന്ന് കരുതപ്പെടുന്നു. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന ആധുനിക കൊതുകുകൾ പരിണമിച്ചുണ്ടായത് ക്രിട്ടേഷ്യസ് പീരീഡിന് ശേഷമുള്ള ഇയോസീൻ കാലഘട്ടത്തിലാണെന്ന് കരുതപ്പെടുന്നു. കൊതുകുകളുടേതായി കണ്ടെടുക്കപ്പെട്ടിട്ടുള്ള ഫോസിലുകളിൽ ഭൂരിഭാഗവും ജലാശയങ്ങളുടെ അടിത്തട്ടിൽ നിന്നുള്ളവയായിരുന്നു. വെള്ളത്തിൽ മുട്ടകളിടുന്ന സ്വഭാവക്കാരായിരുന്നു കൊതുകുകൾ എന്നുള്ളതിന്റെ തെളിവായി ഇതിനെ കണക്കാക്കാം. 1940-41 കാലഘട്ടം, രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയം. 8 മാസത്തോളം തുടർച്ചയായി നാസികൾ ലണ്ടനിൽ ബോംബുകൾ വർഷിച്ചുകൊണ്ടിരുന്നു. ദ ബ്ലിറ്റ്സ് എന്നറിയപ്പെട്ട ഈ ബോംബിംഗ് ക്യാമ്പയിൻ മൂലം നിരവധി ആളുകളാണ് മരണപ്പെട്ടത്. ജീവൻ തിരിച്ചു കിട്ടിയ ആളുകളാകട്ടെ നിരാലംബരായി എങ്ങോട്ടെന്നില്ലാതെ പരക്കം പാഞ്ഞു. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളുമടക്കം 10,000-കണക്കിന് ആളുകൾ സബ്വേ സ്റ്റേഷനിൽ അഭയം തേടി. ഉറക്കമില്ലാത്ത രാത്രികളിൽ കൂടി കടന്നുപോയി തീരെ അവശരായി തീർന്ന അവർ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമുകളിലും എസ്കലേറ്ററുകളിലും ഭൂമിക്കടിയിലുള്ള സബ്വേ ടണലുകളിലും കിടന്നുറങ്ങി. അണ്ടർഗ്രൗണ്ട് ടണലുകൾ അവരെ ബോംബിങ്ങിന്റെ ആഘാതത്തിൽ നിന്ന് സുരക്ഷിതരാക്കി. പക്ഷേ അവിടെ അവരെ കാത്ത് മറ്റൊരു കൂട്ടർ ഉണ്ടായിരുന്നു. ക്യൂലെക്സ് പിപ്പിയൻസ് സെൻസു സ്ട്രിക്റ്റോ എന്ന ഇനം കൊതുകുകളായിരുന്നു അത്. പ്രധാനമായും പക്ഷികളുടെ ചോര കുടിക്കുന്ന ഭൂമിക്കടിയിലെ ടണലുകളിലും ഓടകളിലും ജീവിക്കാൻ പ്രാപ്തിയുള്ള ഒരു സവിശേഷ ഇനം കൊതുകുകളായിരുന്നു ഇക്കൂട്ടർ. അവർ അന്ന് ആർത്തി പിടിച്ച് മനുഷ്യരെ കുത്തുകയും ചോര കുടിക്കുകയും ചെയ്തു.